വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചെന്നും വഖഫ് സ്വത്തുക്കൾ RSS BJP നേതാക്കൾക്ക് കീഴിൽ തീരെഴുതിയെന്നും ഇന്ത്യൻ നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ ആരോപിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന INL കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, മുസ്ലിം ലീഗ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരണത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഇപ്പോൾ മന്ത്രിയുമായിരുന്ന KM ഷാജി അന്ന് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷക്കാലം സമുദായത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ UDFന് വോട്ട് ചെയ്യണം, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണം എന്നായിരുന്നു. അത് കേട്ട് മുസ്ലിം ലീഗിനും UDFനും വോട്ട് ചെയ്ത ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ UDFൻ്റെ ഭരണത്തെ കാണുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളുമായി UDFനകത്തും മന്ത്രിമാർക്കിടയിലും ഉണ്ടായിട്ടുള്ള അപസ്വരങ്ങൾ വോട്ട് ചെയ്ത ആളുകൾക്ക് പോലും ദുഃഖമുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിട്ട് ആക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ യുവജന വിദ്യാർത്ഥി വിഭാഗം പറയുന്നത്, പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചും പാർട്ടിക്ക് വേണ്ടി പോലീസുകാരൻ്റെ അടികൊണ്ടും വെയിലും മഴയും കൊണ്ടും പ്രവർത്തിച്ച പ്രവർത്തകന്മാരുടെ വികാരങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാതെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ഇഷ്ടക്കാരെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് VK ഹനീഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞി കളനാട്, സംസ്ഥാന സെക്രട്ടറിമാരായ MA ലത്തീഫ്, EM ഇബ്രാഹിം, ജില്ലാ ട്രഷറർ PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, സംസ്ഥാന വുമൺസ് ലീഗ് ജനറൽ സെക്രട്ടറി ഹസീന, ജനപ്രതിനിധികളായ റഷീദ ബേക്കൽ, ഷമീന മുഹമ്മദ്, PH ഹനീഫ് ബേക്കൽ, ഹനീഫ് കുന്നിൽ, IMCC ദുബായ് പ്രസിഡന്റ് മുസ്തഫ ഏരിയാൽ, NYL സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സലീം തലശ്ശേരി എന്നിവരുൾപ്പെടെ നിരവധി നേതാക്കളും ജനപ്രതിനിധികളും സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ NM അബ്ദുള്ള, M കുഞ്ഞുമൊയ്തീൻ ഹാജി, CH ഹസീനാർ, CK നാസർ കാഞ്ഞങ്ങാട്, ഖലീൽ ഏരിയാൽ, ഷമീർ നെല്ലിക്കട്ട, MK അബ്ബാസ്, മമ്മൂക്ക കോട്ടപ്പുറം, സിദ്ദീഖ് സന്തോഷ് നഗർ, സത്താർ കാഞ്ഞിരയിൽ, ഷംസുദ്ദീൻ അരിഞ്ചിറ എന്നിവർ പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി AG ബഷീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.